Shiny lights and purple sky, everything's so bright. 기다려왔어 지금이야. Turn off your phone and off your mind. Look at you so bright. 멈출 수 없어 지금. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം. ചൂടാണ്, ഇപ്പോഴും ചൂടാണ്. ചൂടിന് അങ്ങനെ വലിയ കുറവൊന്നും വന്നിട്ടില്ല. ചൂടിനി പയ്യെ കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഇനിയിപ്പോൾ വിൻ്റർ സീസണിലേക്ക് കടക്കുന്ന ആ ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനി പയ്യെ നമ്മൾ തണുപ്പിലേക്ക് നീങ്ങാണ്. അപ്പോൾ ഏറ്റവും അവസാന സമയത്തുള്ള ഒരു ഹൈ ചൂടിലാണ് ഞങ്ങളിപ്പോൾ. വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, എല്ലാവരും സുഖമായിരിക്കുന്നു. ആൽവിനും സുഖം. ആൽവിനെ കുറിച്ച് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ ഓൺലൈനിൽ കുറച്ച് പർച്ചേസ് ചെയ്ത ഐറ്റംസ് നിങ്ങൾക്കും കൂടി ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മീഷോയിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പല ഐറ്റംസായിട്ട് കുറച്ച് ഐറ്റംസ് ഉള്ളൂ, എന്നാലും പല ഓൺലൈൻ ഷോപ്പിംഗാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ഓരോന്നോരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് വീട്ടിലേക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഓരോ ഐറ്റംസാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം, ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ്. ഞാൻ ഇത് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഐറ്റം. ഇത് നമ്മുടെ റൈസ് വാഷ് ചെയ്യാനുള്ള ചെറിയൊരു ബൗളാണ്. എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. നമുക്ക് ചെറിയൊരു ഫാമിലിക്ക് റൈസൊക്കെ വാഷ് ചെയ്തെടുക്കാൻ പറ്റിയ ചെറിയൊരു പ്രൊഡക്റ്റാണിത്. സൂപ്പറായിട്ടാണ്. ഇതിന് ഈ ഒരു തുമ്പ് ഭാഗത്തായിട്ട് ഇങ്ങനെ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരിയൊന്നും ഈ ഹോൾസിൽ കൂടെ പോകില്ല, കാരണം അത്രയും ചെറിയ ഹോൾസാണ്. പക്ഷേ കുറേ ഹോൾസ് ഉണ്ടാനും. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് പിടിക്കുമ്പോഴേക്കും ആ വെള്ളമൊക്കെ പോയി കിട്ടും. അപ്പോൾ ഇതെനിക്കിങ്ങനെ കണ്ടപ്പോൾ നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഐറ്റം വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ. ഒത്തിരി വിലയുടെ ഐറ്റം ഒന്നല്ല ഇത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 97 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. ഇത് നീക്കി വെച്ചിട്ട് നമുക്കിനി അടുത്ത ഐറ്റം എടുക്കാം. അടുത്ത് ഞാനിവിടെ കുറച്ച് ബെഡ്ഷീറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടിലും മീഷോയിലൊക്കെ ഓഫർ നടക്കുന്ന സമയമാണ്. സ്പെഷ്യലി ഫ്ലിപ്കാർട്ടിലൊക്കെ നല്ല ഓഫറുണ്ട്. അപ്പോൾ ആ സമയം നോക്കി അങ്ങനെ വാങ്ങിയതാ കേട്ടോ. ഇത് ഇതാ ഒരു ബെഡ്ഷീറ്റാണ്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ പില്ലോ കവറും വരുന്നുണ്ട്. പില്ലോ കവർ ഇതാണ്. ഇവിടെ ഓപ്പൺ ആയിട്ട് ഈ രീതിയിൽ ഇത് പില്ലോ കവർ. ഇതാണ് കേട്ടോ നമ്മുടെ ബെഡ്ഷീറ്റ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത, നമ്മൾ എലാസ്റ്റിക് ഉള്ള ബെഡ്ഷീറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. 4 സൈഡിൽ നിന്ന് ഈ രീതിയിൽ ഇങ്ങനെ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടിലുമേന്നൊക്കെ ഇത് സ്ലിപ്പായി പോവില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് സിംഗിൾ ബെഡ്ഷീറ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 and something, 285 ആ ഒരു റേഞ്ചിലുള്ളതാണ് കേട്ടോ. 300 അങ്ങനത്തെയൊക്കെ റേഞ്ചിലുള്ളതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. തുണി നല്ല കോട്ടൺ തുണിയാണ്. അപ്പോൾ എനിക്ക് ഇതിങ്ങനെ കണ്ടപ്പോൾ കൂടുതൽ ഇഷ്ടമായി. കാരണം നമ്മൾ എലാസ്റ്റിക് ഉള്ളതൊക്കെ ഇടുമ്പോൾ അവിടെ നിന്ന് ബെഡ്മേന്നൊന്നും ഇത് ഒട്ടും തന്നെ തെന്നി മാറി പോകില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ നോക്കിയാണ് വാങ്ങിച്ചേക്കുന്നത്. ഞങ്ങൾക്ക് സിംഗിൾ ബെഡ്ഷീറ്റിൻ്റെ കൂടുതൽ ആവശ്യം, ഡബിള് 1-2 ഒക്കെ മതി. അപ്പോൾ ഞാൻ സിംഗിൾ വാങ്ങിച്ചിട്ടുണ്ട് അധികം. അപ്പോൾ ഞാൻ സിംഗിൾ കാണിച്ചത് 2-3 വാങ്ങിയിട്ടുണ്ട്. ഇത് ഡബിളാട്ടോ. ഇത് ഡബിൾ ബെഡ്ഷീറ്റാണ്. ഇതിൻ്റെ ഒപ്പം 2 പില്ലോ കവറുണ്ട് കേട്ടോ. ഡബിളായതുകൊണ്ട് തന്നെ 2 പില്ലോ കവറുണ്ട്. പില്ലോ അങ്ങനെ ഒരുപാട് വലിപ്പമുള്ളതല്ല, ഒതുങ്ങിയ നല്ല പില്ലോ. ഇവിടെ ഓപ്പൺ ആയിട്ട് ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഡബിൾ ബെഡ്ഷീറ്റിൻ്റെ പില്ലോ കവറ്. ബെഡ്ഷീറ്റ് കാണിച്ചു തരാം. ഡബിൾ ബെഡ്ഷീറ്റ് ആയാലും ഞാൻ ഈ പ്രാവശ്യം വാങ്ങിയത് എല്ലാം തന്നെ എലാസ്റ്റിക് ഉള്ളതാണ് വാങ്ങിച്ചിരിക്കുന്നത്. എനിക്ക് അതാണ് കൂടുതൽ നല്ലതായിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ എലാസ്റ്റിക് ഉള്ള പില്ലോണ്, എലാസ്റ്റിക് ഉള്ള ബെഡ്ഷീറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബെഡ്ഷീറ്റ്. ഇത് ശരിക്കും പറഞ്ഞത് കട്ടിലുമൊക്കെ വിരിച്ചിട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ റിയൽ ഭംഗി കാണാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ഡബിൾ ബെഡ്ഷീറ്റ്. ഇത് നീക്കി വയ്ക്കാം. ഇതും വേറൊരു ബെഡ്ഷീറ്റാണ്. ഇത് സിംഗിൾ ബെഡ്ഷീറ്റ് കേട്ടോ. ഞങ്ങൾക്കൂടെ സിംഗിളിൻ്റെയാണ് കൂടുതൽ ആവശ്യം. അപ്പോൾ അതുകൊണ്ട് സിംഗിൾ. ഇതതിൻ്റെ പില്ലോ കവർ. അടിപൊളിയല്ലേ? ഇഷ്ടമായിട്ടോ. ലൈറ്റ് കളേഴ്സാണ് കൂടുതൽ ഞാൻ എടുത്തേക്കണേ. ഡബിൾ ബെഡ്ഷീറ്റിൻ്റെ മാത്രമാണ് ഇത്തിരി ഡാർക്ക് കളർ എടുത്തേക്കണത്. ഇവിടെ ഇങ്ങനെ ഓപ്പണിംഗ് ആയിട്ട്. ഇതും എലാസ്റ്റിക് തന്നെ വെച്ചിട്ടുള്ളതാണ്. നമുക്ക് ഇഷ്ടം പോലെ ഓഫറുണ്ട് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ. എല്ലാം
250 മുകളിൽ പിന്നെ 350 ഉള്ളിലൊക്കെ ആയിട്ട് ഞാൻ എടുത്തേക്കണം. ഡബിൾ ബെഡ്ഷീറ്റ് മാത്രം ഇത്തിരി കൂടിയ റേറ്റ്, അത് 400 ആൻഡ് സംതിങ്. ബാക്കിയെല്ലാം 300, 350 അങ്ങനെയൊക്കെയുള്ള റേഞ്ചിലുള്ളതാട്ടോ എടുത്തേക്കണം. ഇതിൻ്റെയൊക്കെ തുണി നല്ല കോട്ടൺ തുണിയാണ്. അപ്പോൾ എലാസ്റ്റിക് വെച്ചിട്ടുള്ള ബെഡ്ഷീറ്റ് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഏതാ കൂടുതൽ ഇഷ്ടമായി എന്നൊക്കെ കമൻസിൽ കൂടെ അറിയിച്ചോളൂ. എല്ലാം പല ഓൺലൈനാണ്. നമ്മൾ ഫ്ലിപ്കാർട്ടും മീഷോ ആണ് കൂടുതൽ വാങ്ങിച്ചിരിക്കുന്നത്, ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോയിൽ നിന്നും. കാരണം എനിക്ക് ആമസോണിൽ ഇത്തിരി റേറ്റ് കൂടുതലായിട്ട് തോന്നി. സെയിം ഐറ്റം നമുക്ക് ആമസോണിലും ഉണ്ട്, പക്ഷെ എനിക്ക് കൂടുതൽ ചീപ്പ് ആയിട്ട് തോന്നിയത് ഫ്ലിപ്കാർട്ടിലും മീഷോയിലും കേട്ടോ. ഇതാ സിംഗിൾ ബെഡ്ഷീറ്റ്, വേറൊരെണ്ണം. ഇതൊരു ഡാർക്ക് കളറാട്ടോ. എല്ലാം ലൈറ്റ് കളർ എങ്ങനെ എടുക്കണേന്ന് വെച്ച് ഞാൻ എന്താ ഒരെണ്ണം ഡാർക്ക് കളർ എടുത്തിട്ടുണ്ട് ഇങ്ങനെ സിംഗിളിന്. ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ എലാസ്റ്റിക് 4 സൈഡിൽ കൂടെ എലാസ്റ്റിക് പിടിപ്പിച്ചിട്ടുള്ള ബെഡ്ഷീറ്റാണ്. എലാസ്റ്റിക് ഉണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് വശം വരുന്നത്. ഇതാ നമുക്ക് റഫ് യൂസിനൊക്കെ ഡാർക്ക് കളറാണല്ലോ, പെട്ടെന്നിനൊന്നും അങ്ങനെ അഴുക്കൊന്നും പിടിച്ചാൽ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം ഇത്തിരി ഡാർക്ക് കളറും ബാക്കിയെല്ലാം ലൈറ്റ് കളറും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം. ഇതെന്താന്നല്ലേ, തുറക്കാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വളരെ സേഫ് ആയിട്ടുള്ള പാക്ക് കേട്ടോ. നോക്കിയാൽ ഈ വലിയ കാർഡ്ബോർഡിൻ്റെ ഉള്ളിൽ ഇതാ വേറെയും ചെറിയ കാർഡ്ബോർഡിലാക്കിയാണ് അവർ സെറ്റ് ചെയ്തേക്കണം. ഇത് ഞാൻ വളരെയധികം കാത്തിരുന്ന ഒരു പ്രൊഡക്റ്റാണ്. എന്താ കാത്തിരുന്നത് എന്ന് വെച്ചാൽ ഇതാ നല്ല എഗ്ഗ് ബോയിലറാണ്. ഞാൻ ഇതിൻ്റെ ഒത്തിരി റിവ്യൂ കണ്ടു. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഒത്തിരി യൂസ്ഫുൾ ആണെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് വാങ്ങിയതാണ് എഗ്ഗ് ബോയിലർ. പുറത്തുനിന്ന് കളർ ഇങ്ങനെ യെല്ലോ ആണെങ്കിലും ഉള്ളിൽ ഇതാ കളറ് ബ്ലൂ ആട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 290. പല റേറ്റുകളുണ്ട് കേട്ടോ. ഈ എഗ്ഗ് ബോയിലർ മെഷീൻ്റെ പല റേറ്റിലുള്ളതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ 2 സ്റ്റെപ്പായിട്ടുള്ളതുണ്ട്. നമുക്ക് ചെറിയ ഫാമിലിക്ക് ഇങ്ങനത്തെ സിംഗിൾ മതിയല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സിംഗിളായിട്ടുള്ളത് എടുത്തതാണ്. ഇവിടെ ഇതിൻ്റെ അടപ്പ്, പിന്നെ ഇതിനകത്തേക്ക് ഇതാ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ക്യാപ്പ് തന്നിട്ടുണ്ട്. ഈ ഒരു ഇതിനകത്ത് മെഷർമെൻറ്റൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. വെള്ളം നമ്മൾ ഒഴിക്കാനുള്ള മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമുക്ക് എഗ്ഗ് വയ്ക്കാനുള്ള ആ ഒരു ട്രേ. ഇതിനകത്ത് നമുക്ക് 7 എഗ്ഗ് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഒരെണ്ണം സെൻറ്ററിൽ, പിന്നെ ഒരെണ്ണം അവിടെ സെൻറ്ററിൽ നമുക്ക് വയ്ക്കാം. ബാക്കി 6 എണ്ണം ഇവിടെ സൈഡിലായിട്ട് വയ്ക്കാം. പിന്നെ ഇതിനകത്താണ് നമുക്ക് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കേബിളൊക്കെ തന്നിട്ടുണ്ട്. കേബിളൊക്കെ ഇതിന്മേൽ തന്നെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും മാത്രം വെള്ളം നമ്മൾ ഒഴിച്ചാൽ മതി. ഇത്രയെന്ന് പറഞ്ഞാൽ നമുക്ക് ബോയിൽ ചെയ്ത് കിട്ടുമ്പോൾ ഓരോരുത്തർക്കും അതിനകത്ത് എഗ്ഗിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ണി ഭാഗമൊക്കെ നല്ലപോലെ കുക്കായൊക്കെ കിട്ടണമെന്നുള്ളവർ ഇതിനകത്ത് ഫുൾ ഒരു ക്യാപ്പ് വെള്ളം ഒഴിക്കണം. പിന്നെ ലൈറ്റായിട്ടൊക്കെ ഒന്ന് കുക്കായി കിട്ടിയാൽ മതിയെങ്കിൽ അതിനകത്തുനിന്ന് കുറച്ച് വെള്ളം നമുക്ക് കുറച്ചൊഴിക്കാം. അത്രയും ഈ ക്യാപ്പ് ഫുൾ ഒഴിക്കണമെന്നില്ല, കുറച്ച് ഒഴിക്കാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എഗ്ഗ് ബോയിലായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളൂ ഇത്. അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും വലിയ യൂസ്ഫുൾ. നമുക്ക് ഇപ്പോൾ കിച്ചണിലൊക്കെ വെച്ചിട്ട് പോയ കുക്കറിലൊക്കെയാണ് ഞാൻ സാധാരണ എഗ്ഗ് ബോയിൽ ചെയ്യാറ് ഇതുവരെ. അപ്പോൾ നമ്മൾ വിസിൽ കേൾക്കുമ്പോൾ ഓടി വന്ന് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം. ഇപ്പം ഇതാവുമ്പോൾ അതൊന്നും ചെയ്യണ്ട. നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും ആണെങ്കിലും ഇത് ഓട്ടോമാറ്റിക്കലി ഓഫായി നിന്നോളും. അപ്പോൾ എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നി. അപ്പോൾ അതുകൊണ്ട് വാങ്ങിയ ഒരു ഐറ്റമാണ് ഇത്, എഗ്ഗ് ബോയിൽ. ഇഷ്ടപ്പെട്ടു കാണുന്നു കരുതുന്നു നിങ്ങൾക്ക്. പിന്നെ ഞാൻ ഒരു ഐറ്റം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ ബിഗ് ഷോപ്പറിൽ വെച്ചില്ലായിരുന്നു, ഇവിടെ പുറത്ത് വെച്ചത്. അതും കാണിച്ചു തരാം. പിന്നെ അടുത്ത് വാങ്ങിച്ചത് ഐറ്റം ഇതാട്ടോ. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി, കാരണം ഇതിന് വല്ല ക്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്ലാന്റ് പോട്ട്സുകൾ വാങ്ങിയേക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഇത് 6 എണ്ണം ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് കളറിൽ 6 എണ്ണം. ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ കൂടെ നമുക്കിതാ ഇങ്ങനെ ചെറിയ പ്ലേറ്റുകളും ഉണ്ട് ഇതിൻ്റെ താഴെ വയ്ക്കാനായിട്ട്. അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ്. ഇത് 435 അങ്ങനെ സംതിങ് ആണ്. അപ്പോൾ ഇതാണ് കേട്ടോ. ഈ രീതിയിൽ നമുക്ക് വീട്ടിലൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് കാര്യങ്ങളെല്ലാം വെക്കാം. നമുക്കിത് വീടിൻ്റെ ഉള്ളിൽ മാത്രമല്ല പുറത്തും വെക്കാം. അപ്പോൾ ഞാൻ കൂടുതലും വിചാരിച്ചിരിക്കുന്നത് ഉള്ളിൽ വെക്കാമെന്ന്, ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ടിയിട്ട്. ഞാൻ ഒരു സ്റ്റാൻഡ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എത്തിയിട്ടില്ല. അപ്പോൾ അത് എത്തി കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് അതിനകത്ത് വെക്കാനായിട്ട്. ഗ്രീൻ, ഇങ്ങനെ 6 കളേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്കിത് വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ട് തോന്നി. കാരണം 400 സംതിങ്ങേ ഉള്ളൂ ഇതിന്. ഈ 6 ബൗൾസിനും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കിട്ടുന്ന അടിയിൽ വയ്ക്കാനുള്ള ചെറിയ ട്രേ, ചെറിയ ഈ ഒരു പ്ലേറ്റിനും കൂടെ നമുക്ക് പ്ലാസ്റ്റിക്കാണ് കേട്ടോ, മെറ്റീരിയൽ പ്ലാസ്റ്റിക്കാണ്. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളതാണ്.
എനിക്ക് ഇഷ്ടപ്പെട്ടു അത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്ത കുറച്ച് പ്രൊഡക്ട്സ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നു കരുതുന്നു. അപ്പോൾ ഞാനിതെല്ലാം അൺബോക്സ് ചെയ്യാൻ നേരത്തെ ഓർത്തു നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാം. ഇതിനകത്ത് ഏതെങ്കിലും ഐറ്റം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ നിങ്ങൾക്കും വാങ്ങിക്കാമല്ലോ എന്ന്. മീഷോയിൽ സെർച്ച് ചെയ്താലുണ്ട് ഈ എല്ലാ ഐറ്റംസും. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലുണ്ട്, പിന്നെ ആമസോണിൽ പറയേണ്ട ആമസോണിലുണ്ട്. അപ്പോൾ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അതുകൊണ്ട് ഞാൻ ലിങ്കൊന്നും സ്പെഷ്യലി കൊടുക്കുന്നില്ല. 3-ലുണ്ട് എല്ലാ ഐറ്റംസും. പിന്നെ റേറ്റിൽ കുറച്ച് വ്യത്യാസമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറുതായിട്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ, ഷോപ്പിംഗ് വിശേഷങ്ങൾ. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഗ്യാപ്പ് വന്നിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പൊക്കെ നികത്തണമെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ബൈബിൾ എഴുതാൻ ഞാൻ തുടങ്ങിയപ്പോൾ ഒരു കുറച്ച് ദിവസം നല്ലൊരു ഗ്യാപ്പായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പൊക്കെ നമുക്കൊന്ന് കവർ ചെയ്യണ്ടേ. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ ഒട്ടും തന്നെ മറക്കരുത്. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയ ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ എന്നെ എൻകറേജ് ചെയ്യാനുള്ള വലിയൊരു ടിപ്പാണ് നിങ്ങൾ ഈ ലൈക്കിൽ കൂടെയും കമൻറ്റിൽ കൂടെയൊക്കെ നമുക്ക് തരുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ. അപ്പോൾ ഞാൻ എന്താ ഇത് ഞങ്ങളുടെ സിംഗിൾ ബെഡിൽ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു കേട്ടോ. സിംഗിൾ ബെഡ്ഷീറ്റ് ഒരെണ്ണം ലൈറ്റ് കളറിൻ്റെ ഉണ്ടായിരുന്നത് നമ്മൾ ഓൾറെഡി ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ബെഡുമ്പോൾ വിരിച്ചിടുമ്പോഴാണ് ഇതിൻ്റെ റിയൽ ഭംഗി അറിയുള്ളൂ ശരിക്കും. പിന്നെ നമുക്കത് മടക്കിയൊക്കെ വയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം 4 വശവും എലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇത് മടക്കി നമുക്ക് കബേർഡിനകത്തേക്കൊക്കെ മടക്കി വയ്ക്കാൻ നല്ലപോലെ നമ്മൾ ഫോൾഡ് ചെയ്തൊക്കെ തീർത്തൊക്കെ വെക്കണം.